ഗായ്സ്, ഞാൻ നിങ്ങളെ എല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ട് ഗായ്സ്. അപ്പം ഇനി ഫ്ലൈറ്റ് പോകുമ്പോഴാണ് ഗായ്സ് ഞാനിവിടെ ഓൾറെഡി ഇങ്ങനെ ബോറടിച്ച് കുത്തിയിരിക്കുവാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോനെ കുറിച്ച് ഓർമ്മ വന്ന എനിക്ക് കേട്ട് മടുത്തു. അപ്പൊ ഗായ്സ്, എൻ്റെ അനിയത്തിക്ക് ഇവിടെ ജ്യൂസിന് വേണ്ടി വരക്കാണ്. അപ്പൊ എൻ്റെ ഉമ്മയെ അടുത്ത് കൊടുക്കാൻ പോയി. അപ്പൊ അവള് വേണ്ട, എനിക്കിത് വായിച്ചിട്ട് മതിയെന്ന്. കുറച്ചു മുന്നേ കടിച്ചില്ലായിരുന്നു, കൊറോണ ടെസ്റ്റ് അന്നും പറഞ്ഞ് അവള് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിക്കണമെന്നായിരുന്നു അവള് കടിച്ചത്. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് അവൾക്കൊരു കേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവളുടെ വിഷമം പറയും. അവൾക്ക് ദുബായി പോണമെന്ന് വാശിയായി, അവൾക്ക് പെട്ടെന്ന് പോണമെന്ന്. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുവാണ് ഗൈസ്. അപ്പം നമുക്ക് ഫ്ലൈറ്റ് പോകുമ്പോൾ തന്നെ കാണാം. നിങ്ങളെ വെറുതെ ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അപ്പം കാണാം. ഒന്നും കൂടി വഴക്കിട്ടു. അവൾക്ക് മാ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഉമ്മയുടെ കയ്യിലിരുന്ന മാ കൊടുത്തു. ഓക്കെ ഗൈസ്, എത്തി. ഞാനും എനിക്ക് ഇത് വേണ്ട, പക്ഷെ എനിക്ക് ചില സമയത്ത് പിടിക്കത്തില്ല. എനിക്ക് എന്നെ ഒത്തിരിയാ ഗൈസ്. ഞാൻ നോക്കട്ടെ പോവാണ്. യെസ് ഗൈസ്, ഞാൻ തുറന്നു. അപ്പം മായ്ക്ക് നല്ല രുചിയുണ്ട്. എനിക്ക് ചില സമയത്ത് പിടിക്കത്തില്ല. ഇപ്പം ചില എന്തുവാണ് ട്രിപ്പൊക്കെ പോകത്തില്ല, അപ്പോൾ ഒന്നും എനിക്ക് പിടിക്കത്തില്ല. വണ്ടിയിലിരുന്നൊക്കെ ഞാൻ ഛർദ്ദിക്കും മിക്കവാറും, എനിക്ക് തോട്ടി വരും. ഇപ്പം എനിക്കിപ്പോൾ കുഴപ്പമില്ല ഗൈസ്. ഇത് എൻ്റെ അനിയത്തിക്ക് പല്ലിന് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പം ഇവള് സ്ഥിരം പോകും ഇവളുടെ പല്ല് ഇതാക്കാൻ വേണ്ടി. അപ്പം എല്ലാ സാറ്റർഡേയും പോകുമ്പം ഡോക്ടറിൻ്റെ ഇവിടെ സംസാരം ഒത്തിരി ഇഷ്ടമാണ് ഗൈസ്. അപ്പം ഇവൾക്ക് എപ്പോഴും ഫ്രൂട്ടി കൊടുക്കും. മാറിപ്പോയ തന്നെയാണല്ലോ ഫ്രൂട്ടിയും, എപ്പോഴും ഇവൾക്ക് കൊടുക്കും ഗൈസ്. ഫ്രൂട്ടി കൊടുത്ത് ഇപ്പം ഇവൾക്കത് ഫ്രൂട്ടി വേണം. ഫ്രൂട്ടി കണ്ട എൻ്റെ ഫ്രൂട്ടി എന്നും പറഞ്ഞ് വരക്കിടും. ഇപ്രാവശ്യം ഭയങ്കര വരക്കായിരുന്നു കൊണ്ടുപോയപ്പോൾ. ഇനി അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇനി അവളുടെ പല്ല് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അവള്. പിന്നെ ഒരു കാര്യമുണ്ട്, അവൾക്ക് എന്ത് കൊടുത്താലും എനിക്ക് തരും ഒരിച്ചിരിയെങ്കിലും ഒടിച്ച് എൻ്റെ അനിയത്തി. അപ്പം നമുക്ക് ഇനിയും കാണാം. ഞാൻ ചുമ്മാ ബോറടിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഗൈസ്. എനിക്കിവിടെ ബോറടിച്ചിട്ട് 2 മണിക്കൂറല്ലേ ഉള്ളത് ഇനിയും ഗൈസ്. അന്നെങ്കിൽ ഞാൻ ഇനി ശരിക്കും പറയുവാണ്. നമുക്കിനി ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം ഗൈസ്. നമുക്ക് ഒന്ന് എയർപോർട്ടൊക്കെ ഒന്ന് കണ്ടാലോ. ഇച്ചിരി ഭാഗമുള്ളത് കാണിക്കാം ഇവിടെ ഉള്ളത്. എൻ്റെ പുറകിലൊരു ഷോപ്പൊക്കെ ഉണ്ട്, ഒരു ഫുഡ് ഷോപ്പ്. ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം ഗൈസ്. നമ്മളിത് കാണുവാണ് ഗൈസ്. നമ്മളിപ്പോൾ പ്ലെയിൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കും ഗൈസ്. ഇവിടെ പോയിട്ട് ഇവിടെയാണ് ഗൈസ് പ്ലെയിൻ ഇൻഡിഗോ ഗൈസ്. കണ്ടത് ഗൈസ്. അപ്പം നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റ് കണ്ടു ഗൈസ്. ഞാൻ ഇരുന്നത് തൊട്ട് പോവാണ്. ഇവിടെ ഞങ്ങൾ
അപ്പം ഞാൻ എല്ലാം കാണിച്ചു. ഇൻഡിഗോ ഫ്ലൈറ്റ്, അത് ദുബായ് ആണോ എന്തുവാ അബുദാബി ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം ഗൈസ്. 7:10 എന്തായാലും ഇപ്പൊ സമയം ഞാൻ നോക്കട്ടെ. 5:34 ആയിട്ടുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഇനിയും 2 മണിക്കൂറുണ്ട് ഗൈസ്. വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പിന്നെ കാണാം. ഞാൻ തറപ്പിച്ച് പറയുവാണ്, പിന്നെ കാണാൻ എനിക്ക് കഴിയാം. എന്തായാലും പിന്നെ കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പം ഞങ്ങള് ബൈ എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നമുക്ക് എന്തായാലും കാണണം. ഓക്കെ. അപ്പോൾ അവിടെ എന്തിനോ ക്യൂ നിൽക്കുന്നുണ്ട്, എന്തിനാന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മദറും പോയി നിന്നിട്ടുണ്ട്. ഏതാ എൻ്റെ അനിയത്തി ഓടാൻ പോകുന്നു. അവിടെ ഇരിക്കുക. നമുക്ക് ഗൈസിനോട് സംസാരിക്കാം. ഞാൻ ഫ്രൂട്ടി കുടിച്ചു, അതുണ്ട്, കുടിച്ചോ. ഇത് വെക്കും, എന്നിട്ട് ഇത് വെക്കാമോ? ഹെബ എൻ്റെ അനിയത്തിനെ വീട്ടിൽ വിളിക്കുന്ന അമ്മൂന്നാണ്. അപ്പൊ ഗൈസ് അല്ലെങ്കിൽ വഴക്ക് പറയും, വെക്ക്. ഇങ്ങനെയൊക്കെ പേടിപ്പിച്ച് ഞാൻ വെട്ടിക്കുന്നേ. അവിടെ ഷീൽഡ് വെക്കത്തില്ല, സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്നതാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും കാണാം കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ ഫ്ലൈറ്റ് പൊങ്ങുന്ന നേരത്ത് ഇതെടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് മൊബൈൽ എടുക്കാൻ പാടില്ല. ഫ്ലൈറ്റ് പൊങ്ങി കഴിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പം എനിക്ക് അറിഞ്ഞുകൂടെ എന്താന്ന്. നമ്മൾ ലൈവായിട്ടല്ല ഇടുന്ന, വീഡിയോ പിടിച്ചിട്ടാണ് ഇടുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കാണാം ഗൈസ്. അപ്പം ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിക്കാൻ പോവാണ്. ഇപ്പം ഞങ്ങളുടെ ഷീൽഡ് കളഞ്ഞിട്ട് ഇപ്പം ഇൻഡിഗോയുടെ ഷീൽഡാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഗൈസ്. കൂടാതെ PPE കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് ബനിയൻ, പിന്നെ കോട്ട്, പിന്നെ PPE, മാസ്ക്, എക്സ്ട്രാ അവരുടെ മാസ്ക്, N95 ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ. പിന്നെ വേറെന്തോ അവിടെ വന്നിട്ടുണ്ട്, ഒരു ഷാമ്പു ഇല്ലേ, ക്ലിനിക് ഗ്ലാസ് ഒക്കെ നമുക്ക് കടയിൽ കിട്ടത്തില്ല, അങ്ങനത്തെ ചെറിയ പാക്കറ്റായിട്ട്. ഏകദേശം അതേപോലെ ഗൈസ്. ഫ്ലൈറ്റ് വന്നിട്ടില്ല, അവിടെ എല്ലാവരും പോയി ക്യൂ നിന്നത്. അപ്പം ഇതിനായിരുന്നു. എൻ്റെ ഉമ്മയെ എനിക്ക് മേടിച്ചു തന്നു. എനിക്കെല്ലാം എൻ്റെ അനിയത്തിക്കും പിന്നെ ഉമ്മയ്ക്കും ഉണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ, എനിക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ കിട്ടി കാണത്തില്ല. ഇതിന് ഇൻഡിഗോ ദുബായ് ഇല്ല. അപ്പൊ ഗായ്സ് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. 2 മണിക്കൂറുണ്ട്. ഇത് ഭയങ്കര ടൈറ്റായിട്ട് ഉള്ളത്. ഈ PP കിറ്റ് എനിക്കെല്ലാം കൂടി ഇട്ടിട്ട് ഒരു മാതിരി ആവുന്നു. എന്തോ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ എന്താന്ന്. അപ്പൊ എനിക്ക് എന്താ പോലെ ഇവിടെ അന്ന് ഛർദിക്കുന്ന ഇട്ടിട്ട് ഗൈസ്. എൻ്റെ PP കിറ്റ് ഇങ്ങനെ സ്റ്റിക്കാണ്, പോകുക. ഞാനിരിക്കുമ്പോൾ ഞാൻ നോക്കിട്ട് ഗൈസ് ഇതായിട്ടുണ്ട്. ഞാൻ അപ്പം നിങ്ങൾ ഈ വേഷവും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ക്യാമറ ഓൺ ചെയ്ത് കാണിക്കുന്നത് ഗൈസ്. എന്തോ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ ആ സ്ഥലം കണ്ടോ, 2 മേശയൊക്കെ ഇട്ടിട്ട്. അയ്യോ, നിങ്ങൾക്ക് കാണത്തില്ലേ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ഒന്ന് എടുക്കാൻ നോക്കട്ടെ ഗൈസ്. ഗൈസ് ഇത് ആ ഒരു സ്ഥലം കണ്ടോ, അവിടെ 2 മേശയൊക്കെ ഇട്ട് 4B4 അങ്ങനെ. അവിടെ സെക്യൂരിറ്റി ഉള്ളത് ഈ നിൽക്കുന്ന പോലീസ് ഉണ്ടോ, ആ 2 പേര് വന്ന് നിൽക്കണം. ഒരു മേശ 2 പേര്, ഒരു മേശ 2 പേരാന്ന് തോന്നുന്നു, എനിക്ക് അത്രയ്ക്ക് ഇല്ല. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതായിരിക്കും ഗൈസ്. അപ്പം ആ 4A എന്ന് എഴുതി വെക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പം ഇതെല്ലാം കിട്ടിയേക്കുന്നത്.
അറിഞ്ഞൂടാ. ഇച്ചിരി പേരെ പോയി മേടിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അപ്പം കാണാം. എനിക്ക് ബോറടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഞാൻ ചുമ്മാ വരുന്നത് ഗൈസ്. അപ്പം എൻ്റെ ഉമ്മ എനിക്ക് ഞങ്ങൾക്ക് 3 നമുക്ക് തണ്ണിമത്തങ്ങ തണ്ണിമത്തങ്ങ എനിക്ക് തണ്ണിമത്തങ്ങ. അത് തണ്ണിയല്ലേ, ഇത് പൈനാപ്പിൾ അല്ലേ അമ്മേ? പൈനാപ്പിൾ ഉണ്ടോ? എനിക്ക് തണ്ണി മതി. അപ്പം എനിക്ക് തണ്ണിമത്തങ്ങയാണ് ഇഷ്ടം, പൈനാപ്പിൾ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ് ഇതിന്റെ ഗൈസ്. അപ്പം നമുക്ക് നോക്കട്ടെ. നമ്മൾ കയറാൻ പോവുകയാണ്. കൈത്തവിടെ ഇടും. ഗൈസ്, അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഗൈസ്. നമ്മൾ ഫ്ലൈറ്റിലാണ് കയറാൻ പോകുന്നത്. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ടാണ് പോകുന്നത്. ഞാൻ കാണിച്ചു ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് കുറച്ച് കയറാൻ പോകും. ഗൈസ്, അപ്പം ഞങ്ങള് വാപ്പി എടുക്കാൻ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കമ്പനി ചെയ്താ ഓക്കെ ഗൈസ്. അപ്പം നമ്മള് ഇപ്പം എത്തിയിട്ടില്ല. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാൻ എങ്കിലും ഇടാൻ നോക്കാണ്. പിന്നെ ഇത് നോക്കിയാണ് ഇതാണ് സീറ്റിൻ്റെ ഇത്. ഞങ്ങൾക്ക് സീറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാം. ഓക്കെ ഇതാന്ന് തോന്നുന്നു നടുക്കത്തെ സീറ്റ്.
രാവിലെ വഴക്കാണ്. അപ്പൊ സിസ്റ്റർ അറിയപ്പോ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. വിൻഡോ സീറ്റാണ് മിക്കപ്പോഴും കിട്ടാറ്. കഴിച്ചോട്ടെ വേണ്ട ഇപ്പൊ തന്നെ കഴിച്ചോട്ടെ ഇപ്പൊ തന്നെ കഴിച്ചോട്ടെ. ഇത് ഫ്ലൈറ്റിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് പറഞ്ഞ് എണീക്കണം ഗൈസ്. അപ്പം ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു. ഇപ്പൊ ആളുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണത്തില്ല. വിൻഡോ കാണുന്നുണ്ട്. ഞാൻ ഏകദേശം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഇരിക്കുവാണ്. ആളുകൾ കയറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പം അവിടെ എനിക്ക് തോന്നുന്നു അവിടെ എന്താന്ന് എനിക്കറിയില്ല. ഫ്ലൈറ്റിന്റെ അവിടെ സാധാരണ ഫ്ലൈറ്റിന്റെ സൈഡിലായിട്ടൊരു ഡോറുണ്ട്. അതെനിക്ക് തോന്നുന്നു പെട്ടികൾ കിട്ടത്തില്ലേ, എനിക്ക് വേറെ അതായിരിക്കും. സമയത്ത് വേണ്ട അതായിരിക്കും മിക്കവാറും. എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആയിട്ടിരിക്കുവാണ്. ഞങ്ങള് സോറി ഗൈസ്, അതായത് മൊബൈലൊന്ന് തടുത്തു പോകാൻ പോയതാണ്. ഞങ്ങള് ഇനി അവിടെ ചെല്ലുമ്പോൾ നാട്ടില് 9 മണിയാവും. അത് പോയി നാട്ടില് 12 ആവും. അവിടെ 9. ഇതിന്റെ കുറച്ച് മുമ്പ് വെക്കിയതാ. ഈ ഷീറ്റ് വെച്ചപ്പോൾ അങ്ങ് പൊങ്ങി നിൽക്കുന്നു ഗൈസ്. അവിടെ മടിയൊന്നും ഇല്ല ഗൈസ്. റോഡ് തന്നെ കിടക്കുവാണ്. റോഡെന്ന് പറയാൻ പറ്റില്ല. ഇത് ഈ പ്ലെയിൻ പൊങ്ങി ഇങ്ങനെ ഓടിപ്പൊങ്ങുമല്ലേ, അങ്ങനെ വെച്ചിട്ട് അതെ നോക്കിക്കോളൂ. എത്ര നേരം കണ്ടോളൂ. ഫ്ലൈറ്റ് എനിക്ക് വന്ന് ബാക്ക് മൂവ് എടുക്കുവാണ് ഇത് തോന്നുന്നു. ജസ്റ്റ് അങ്ങനെ ഒരു ഫീല്. ഇത് ഇതായിട്ടുണ്ട് ഗൈസ്. നമുക്ക് കൺഫേം നോക്കുമായിരുന്നു സീറ്റിന്റെ നമ്പർ. ഇപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടുമ്പോൾ അതിനകത്ത് സീറ്റിന്റെ നമ്പർ എല്ലാം കാണും. അപ്പൊ അതിന്റെ മതം നമ്മൾ കൺഫേം ചെയ്തതാണ്. അപ്പൊ നമുക്ക് നോക്കാം. മൂവി ചെയ്യുന്നോണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു. ആ പ്ലെയിനിന്റെ ഒരു ചെറിയ സ്ക്വയർ ആയിട്ടൊരു ഡോർ. അത് ചിലപ്പോ പെട്ടി പോകത്തില്ല. ഗൈസ് ഞാനിപ്പോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് പോന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയിരിക്കാം. അതെന്താ വെച്ചാൽ ആളുകൾ കയറുണ്ടോ ഗൈസ്. അപ്പം
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കുക. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ ഗൈസ്. അപ്പം നമ്മൾ ഒരു വീഡിയോ കൂടി എടുക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു, അപ്പം ചേച്ചി പൊങ്ങി. അപ്പം അതിൻ്റെ ഒന്ന് കാണാം നമുക്ക് അതിൻ്റെ വീഡിയോ. ഗൈസ് ഇത് കണ്ടു ചെറിയതാണ്. ദുബായിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കൂടി എടുക്കുകയാണ് ഗൈസ്. അപ്പം ഇത് ഔട്ട്സൈഡാണ് ഗൈസ്. ഇപ്പം നല്ല രസമുണ്ട് ഗൈസ് എല്ലാം കാണാനായിട്ട്. ലാൻഡ് ചെയ്തിട്ടില്ല. അതിന്റെ കുരുക്കാണിത്. ഇപ്പൊ കണ്ട ഫ്ലൈറ്റ് ഇല്ലേ, അത് അണച്ചരിത് നേരെ കിടക്കുന്നത്. ഇതൊക്കെ റൈറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നല്ല ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ദുബായ് എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തു. ഗൈസ് ആ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ID ഫ്ലൈറ്റാണ്. സൂപ്പറാണ്. ഗൈസ് അപ്പം
സൈറ്റിൽ ലാൻഡ് ചെയ്ത് ഞങ്ങൾ ഇപ്പോൾ പോവാണ് ഗൈസ്. പെർഫെക്റ്റ് ആയിരിക്കുകയാണ്. Guys, അപ്പം ഇങ്ങനെ പോകാം.